പരമാത്മനേ നമഃ. ശ്രീമദ് മഹാഭാഗവതം രാസപഞ്ചകം 5 അധ്യായങ്ങൾ 29 മുതൽ 33 വരെ ഭഗവാൻ ഗോപികമാരുമായിട്ട് ചെയ്യുന്ന രാസക്രീഡയുടെ ഭാഗമാണ്. ഭഗവാന്റെ ശ്രീമദ് മഹാഭാഗവതത്തിൽ ദശമസ്കന്ധത്തിലെ തന്നെ അത്യുത്തമമായിട്ടുള്ള 5 അധ്യായങ്ങളാണ്. എല്ലാം വളരെ ചുരുക്കി പറഞ്ഞിട്ടുള്ള നാരായണ ഭട്ടതിരിപ്പാട് പോലും ഇത് 5 ദശകങ്ങളിലായിട്ട് ശ്രീമദ് നാരായണീയത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. അത്രക്കും മഹത്വമേറിയതാണ്. ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ ചർച്ചയാണ് ഗോപികമാരും ഭഗവാനും തമ്മിലുള്ള ആ ബന്ധത്തെ കാണിക്കുന്നത്. നിഷ്കളങ്കരായിട്ടുള്ള ആ ഗോപികമാർ ഭഗവാനെ എപ്രകാരം പ്രാപിച്ചു, അവർക്ക് ഉള്ളിൽ അഹങ്കാരം വന്നപ്പോൾ ഭഗവാൻ അവരുടെ മുന്നിൽ നിന്നും മറഞ്ഞു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ഇപ്പോൾ ഭഗവാനെ അന്വേഷിക്കുന്ന ഗോപികമാർ തങ്ങളുടെ മനസ്സിലെ എല്ലാ അഹങ്കാരങ്ങളും വെടിഞ്ഞ് ഭഗവാനെ അന്വേഷിച്ചുകൊണ്ട് അവർ നടക്കുകയാണ്. ശ്രീമദ് മഹാഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 30-ാമത്തെ അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥന ശ്ലോകങ്ങൾ. ഓം സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം മാമുദ്ധര കൃപ ഭവാർണവാത്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത്കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവീലാ ഭക്തി പാദയോസ്തവ ജായതേ തദാ പുരുഷ ദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമ സങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം വരം. തം നമാമി ഹരിം വരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് മഹാഭാഗവത വന്ദന ശ്ലോകങ്ങൾ. ഓം തസ്സത്. ജന്മാദസ്യേതോന്മയാദിതരതശ്ചാത്വേഷ വിജ്ഞസ്വരാ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ വൃഷാ ദാംനാസേന സദാ നിരസ്തമുഖം. സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി. ധർമ്മപ്രോജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരീരീശ്വര സദ്യോ ഹൃദ്യമരുന്ധതേ പ്രകൃതിഭി ശുശ്രൂഷുഭിः തക്ഷണാത്. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാദം തദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം ദശമസ്കന്ധത്തിലെ 30-ാമത്തെ അധ്യായം. ഗോപികമാർക്ക് തങ്ങളുടെ ഉള്ളിൽ ഭഗവാൻ തങ്ങളുടെ മഹാത്മ്യം കൊണ്ടാണ് ഭഗവാൻ നമ്മളോട് ചേർന്നത് എന്നുള്ള ആ ഒരു അഹങ്കാരം വന്നപ്പോൾ ഭഗവാൻ അവിടെ നിന്നും മറയുകയും ഭഗവാനെ അന്വേഷിച്ച് ഗോപികമാർ ചെയ്യുന്ന പ്രവൃത്തികളും അന്വേഷിക്കുന്നതുമൊക്കെയാണ്. ശ്രീ രാധാദേവിയും, രാധ എന്ന് എടുത്തു പറയുന്നില്ല, രാധാദേവിയും അപ്രകാരം ഭഗവാൻ വീണ്ടും രാധാദേവിയോട് കൂടി പോകുമ്പോൾ അഹങ്കാരം കൊണ്ട് നടക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതും അവിടെ നിന്നും ഭഗവാൻ അന്തർധാനം ചെയ്യുന്നതും ഒക്കെയാണ് പാരായണം ചെയ്യാനുള്ളത്.
എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് അത ദശമസ്കന്ധ ത്രിംശത്തമോധ്യായഃ ശ്രീശുഗോവാച അന്തർഹിതേ ഭഗവതി സഹസൈവ പ്രജാംഗന അദഭ്യന്തമചക്ഷാണാം കരിണ്യ ഇവ യൂദഭം നിത്യാനുരാഗസ്മിത വിഭ്രമേക്ഷിതൈർ മനോരമാരാവ വിഹാര വിഭ്രമേ അക്ഷിപ്തചിത്ത പ്രമദാരമാപദേ ഗതിസ്മിത പ്രേഷണ ഭാഷണാദിഷു പ്രിയാ പ്രിയസ്യ പ്രതിരൂഢമൂർത്തയ അസാവഹം തിത്യബലാസ്തദാത്മിക നവേദിഷു കൃഷ്ണ വിഹാര വിഭ്രമാ ഗായന്യ ഉച്ചേരമുമേവ സാംതഥാ വിജിക്കിരുന്മത്തകവദ്വനാധ്വനം പപ്രച്ചുരാകാശവദന്തരം ബഹിർ ദൂരേഷു സന്തം പുരുഷം വനസ്പതി ലക്ഷണ്യോദനോ മന നന്ദസൂനുർഗതോ കൃത്വാ പ്രേമഹാസാവലോകനയേ കച്ചിക്കുരവകാശോക നാഗപുന്നാഗചമ്പക രാമാനുജോ മാനിനീ നാമിതോ ദർപ്പഹരസ്മിത മാനിനി നാമിതോ നവിടിയോ. ഓം ശ്രീകൃഷ്ണായ നമഃ. കച്ചിത് തുളസി കല്യാണി ഗോവിന്ദ ചരണപ്രിയേ സഹത്വാളി കുലേ ബിഭ്രത് ദുഷ്ടസ്ഥിതി പ്രിയോച്യുത കച്ചിത് മല്ലികേ ജാതിയൂചികേ ശ്രീതിം ഭോജനയന്യാദാകരസ്പർശേന മാധവ ചൂതപ്രിയാളപനസ സനഗോവിദാരാജംബർക്വബില്വപ കളാമൃഗദമ്പനീഭായിനേ പരാർത്ഥഭവകായ മുനോപകൂല ശംസന്തു കൃഷ്ണപദവീം രഹിതാത്മനാംന കിം തേ കൃതം ചിരിതപോ ബലദേശവാംഗ്രി സ്പർശോത്സവോത്പുളകിതാംഗരുവേ വിഭാസി അഭ്യംഗ്രി സംഭവ ഉരുക്രമ വിക്രമാത്മാ ആഹോ വരാഹവരുഷ പരിരംഭണേന അപ്യേണ പത്ന്യോപഗത പ്രിയേഹ ഗാത്രൈ സ്തന്വന്തൃശാം സഖി സുനിർഹൃതിമച്യുതോ വാ കാന്താംഗസംഗാകുല കുങ്കുമരഞ്ജിതായ കുന്ദസ്രജ കുലപദേരിക വാതിഗന്ധ ബാഹും പ്രിയാം സൗബധായ ഗൃഹീതപത്മോ രാമാനുജസ്തുളസികാളികുലേർമദാന്ധൈ അന്വീയമാനൈഹ വസ്തരവ പ്രണാമം കിം വാഭിനന്ദതി ചരൻ പ്രണയാവലോകൈ പൃച്ഛതേ മാലകാ ബാഹൂനപ്യാശ്രിഷ്ടാ വനസ്പതേ നൂനം തത്കരജസ്പൃഷ്ടാ വിഭ്രത്യുത്പുളകാന്യഹോ ഉന്മത്തവജോ ഗോപ്യ കൃഷ്ണാന്വേഷണകാതര ലീലാ ഭഗവതസ്താസ്താ ഹ്യനുചക്രസ്തദാത്മിക കസ്യാസി സ്ഫുടനായന്ത്യാ കൃഷ്ണായന്ത്യ വിഭത്സനം തോകായിത്വാരുദത്യന്യാ പദാഹൻ സകടായതീ. ഭഗവാന്റെ ചെറുപ്പകാലത്തുള്ള വികൃതികളൊക്കെ പറയുകയാണ്. ദൈത്യായിത്വാജഹാരാണ്യാം ഏകാ കൃഷ്ണാത്മഭാവനാം ലിംഗയാമാസ കപ്യംഗ്രി കർഷന്തി ഘോഷനിസ്വനേഹി. കൃഷ്ണരാമായതേ ദ്വേദോ ഗോപായന്ത്യശ്ച കാഞ്ചന വത്സായതീം ഹന്ത്യജാന്യ തത്രൈകാതഭഗായതീം ആഹൂയ ദൂരഗായദ്വത്കൃഷ്ണസ്തമനുപൂർവതീം വേണും കൊണന്തീം ക്രീഡന്തീം മന്യാശംസന്തി സാധിതീ. കസ്യാംചിത് സ്വഭുജന്യസ്യ ചലന്ത്യാഃ പരാനനോ കൃഷ്ണോഹം പശ്യത ഗതിം ലളിതാമിതി തന്മനാഃ. വർഷാഭ്യാം സത്രാണം വിഹിതം മയാ ഇത്യുക്തൈകേന ഹസ്തേന യതദ്യുന്നിതദേ പരം. ആരുഹൈകാപദാക്രമ്യ ശിരസ്യാഃ പരാം നൃപ പുഷ്ടാഹേ ഗച്ഛ ജാതോഹം ഖലാനാം നനു ദണ്ഡദൃക്. തത്രൈകോ വാജകേ ഗോപാ ദാവാഗ്നിം പശ്യതോൽബടം ചക്ഷൂംശ്യാശ്വപിതത്വംബോ ധാസ്യേ ക്ഷേമമഞ്ജസാ. ധാന്യയാസ്യാകാര
काजित्तन्ये तत्र उलोकले भीदा सुद्य पिधायास्यं तेजे भीतिविडम्बनम् एवं कृष्णं पृच्छमाना वृन्दावनलतास्तरून् व्रजक्षदवनोद्देशे पदानि परमात्मना पदानि व्यक्तमेतानि नन्दसूनोर्महात्मना पृच्छन्ति तु जाम्बोज वज्राङ्कुशयवादिभिः तैस्तै पदैस्तैस्तत्तवीमन्युच्छन्दो गग्रदो बला वध्वापदे सुप्यतानि विलोक्यार्ता समब्रुवन् कस्या पदानि चैतानि यदा यानन्दसूनुना हंसन्यस्तप्रकोष्ठाय करेणो करिणा यथा കൃഷ്ണൻ സാധാരണ കുട്ടിയല്ല, ഭഗവാനാണ്, എല്ലാവർക്കും നാഥനായിട്ടുള്ളവനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഗോപികമാർ അന്വേഷിക്കുകയാണ്. അനയാരാധിതോ നൂനം ഭഗവാൻ പരിരീശ്വര എന്നോ വിഹായ ഗോവിന്ദ പ്രീതോയാമനയജ്ജഹ ധന്യാഹോ അമിയാല്യോ ഗോവിന്ദാഗ്രാ അബ്ജരേണ വേയാൻ तस्या अमोनि नक्षोभं कुर्वन्ति चै पदानि यत् ऐकापहृत्य गोपीनां यहो भुङ्क्तेक्षुदाधरम्. കൃഷ്ണന്റെ കാലടിയോടുകൂടി വേറെ ഒരു കാലടിയും കൂടി കാണുമ്പോൾ അവർ ആ ഗോപികയെ ആരാധിക്കുന്നു. ലക്ഷ്യന്തേ പദാന്യത്ര തസ്യാനൂനം തൃണാങ്കുരി ഗിദ്യൽസുചഹതാംഗ്രി തലാം മുന്നിന്യേ പ്രേയസിം പ്രിയാ ഇമാന്യാനി പദാനി വഹദോ വധും ഗോപ്യ പശ്യത കൃഷ്ണസ്യ ഭാര്യാകാന്താസ്യ अत्रावरोपिता कान्ता पुष्पहेतोर्महात्मना अत्र प्रसूनापजय प्रियार्थे प्रेयसा कृदा प्रपदाक्रमेण एदे पश्यता सकले पदे केशप्रसादनं तत्र कामिन्या कामिना कृतं तानि चूडयथा कान्तामुपविष्टं इह ध्रुवम् देमेतया चात्मरथ आत्मारामोऽप्यखण्डिता कामिनां दर्शयन् दैन्यं स्त्रीणां चैव दुरात्मताम् इत्येवं प्रलभयन्त्यस्ता चेरुर्गोप्यो विजेतसा यां गोपीमनयत् कृष्णो विहायान्या स्त्रियो वने. ഈ ബുക്കല്ല ഗുരുവായൂർ ബുക്കല്ലേ അല്ലല്ലേ മള്ളിയൂർ അതാണ് വ്യത്യാസമുണ്ട്. ഓം ശ്രീകൃഷ്ണായ നമഃ. ഇത്യവം വായിച്ചത്. ഇനി സാജമേന തദാത്മാനം വരിഷ്ഠം സർവയോഷിതാം ഹിത്വാ ഗോപീ കാമയാന മമാസോ ഭജതി പ്രിയാ വനോദ്ദേശം തൃപ്ത്വാ കേശവമബ്രവീദിന പരേഹം ചലിതും നയമാം യത്ര തേ മനാ. ഏവമുക്തപ്രിയാമാഹ സ്കന്ദ ആരുഹ്യതാമിതി തതശ്ചാന്തർധതേ കൃഷ്ണ സാവദൂരന്വദപ്യതാ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഭഗവാൻ രാധയോട്, രാധ എന്ന് പറയുന്നില്ല, ഗോപികയോട് എൻ്റെ മുതുകിൽ കയറിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഗോപി കാൽ വിരിച്ച് കയറാൻ നോക്കുമ്പോഴേക്കും ഭഗവാൻ അവിടെ അപ്രത്യക്ഷമാവുകയാണ്. എല്ലാ സ്ത്രീകൾക്കും ഇപ്രകാരം അഹങ്കാരം വരും എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അപ്രത്യക്ഷമായി ആ ദേവിയും ഉടനെ ഭഗവാനെ അന്വേഷിക്കുകയാണ്. ഹാ നാഥാരമണ പ്രേഷ്ഠ ക്വാസി ക്വാസി മഹാഭുജ ദാസ്യാസ്തേ കൃപണായാമേ സഖേ ദർശയ സന്നിധിം. അന്യച്ഛന്തേ ഭഗവതോ മാർഗം ഗോപ്യാ വിദൂരത ദദൃശ്യ പ്രിയ വിശ്ലേഷ മോഹിതാം ദുഃഖിതാം സഖീ. തയാ കഥിതമാകർണ്യ മാനപ്രാപ്തിം ച മാധവാത് അവമാനം ച ദൗരാത്മ്യാ വിസ്മയം പരമം യയോ. തദോ വിശൻവനം ചന്ദ്രജ്യോത്സ്നായാവദ്വിഭാവ്യതേ തമപ്രവിഷ്ടമാലക്ഷ്യ തദോ നിവവൃതസ്ത്രിയാ. എല്ലാവരും തന്മനസ്സാത്തലാഭ ജ്യേഷ്ഠാത്തദാത്മിക തദ്ഗുണാനേവ ഗായന്യോ ആത്മാധാരാണി സസ്മരു. പുനഃപുളിനമാഗത്യ കാളിന്യാ കൃഷ്ണഭാവന സമവേദാ ജഗുകൃഷ്ണം
തഥാഗമനകാംക്ഷിത. ഓം തത്സത്. ഇത് ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ രാസക്രീഡായാം കൃഷ്ണാന്വേഷണം നാമ ത്രിംശത്തമോധ്യായം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീകൃഷ്ണന്റെ എനിക്കെപ്പോഴും മനസ്സിലിങ്ങനെ വരും. കയറാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് കാലിൽ വെച്ച് കയറാൻ നോക്കുമ്പോൾ ഭഗവാനില്ലാണ്ട് എത്ര എല്ലാ കാര്യവും അങ്ങനെയല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അഹങ്കാരത്തിന്. ശ്രീമദ് മഹാഭാഗവത കീർത്തനം. ഓം തസ്സത്. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. കിങ്കിണി പദകമല കൃഷ്ണ കങ്കണ കരയുകള കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദള നീല ദേവാ ജയ ജയ ഭാഗവത. കരുണീധര കൃഷ്ണ കരുണീ ചിത്തഹര ദയാ പാലയ ദാമോദര ഹരി തുളസീദാമോദര ദേവാ ജയ ജയ ഭാഗവത. ഗോവർദ്ധനധരണ കൃഷ്ണ ഗോപീജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവചന ദേവാ ജയ ജയ ഭാഗവത. കുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടരികൃത തുരിവര ശുഭ ഫലദ ദേവാ ജയ ജയ ഭാഗവത. പൂതാന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ ദേവാ ജയ ജയ ഭാഗവത. ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗവത പാരായണം സമർപ്പിക്കുന്നു. ശങ്കരാചാര്യ വിരചിത വിഷ്ണുഭുജംഗ